ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കോൺഗ്രസ് കരുണാകരനെ വഞ്ചിക്കുകയാണ് ചെയ്തത് എന്ന് മുരളീധരൻ ഒളിഞ്ഞും തെളിഞ്ഞും പല യോഗങ്ങളിലും അല്ലാതെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു വേള മുരളിക്കും കരുണാകരനും ഉൾപ്പെടെ DIC എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കിയിട്ട് മാറേണ്ടി വന്നതുപോലും. പിന്നീട് തിരിച്ച് കോൺഗ്രസിലേക്ക് വന്നെങ്കിലും ഈ പോയവർക്കാർക്കും വലിയ പ്രാധാന്യമൊന്നും പിന്നീട് കോൺഗ്രസ് കൊടുത്തിട്ടുമില്ല. ഇന്നിപ്പം നമ്മൾ കാണുന്ന പല നേതാക്കന്മാരും, കോൺഗ്രസിലെ പല നേതാക്കന്മാരും കരുണാകരൻ കൂടെ കൂട്ടി കൈപിടിച്ച് കൊണ്ട് നടന്ന് വളർത്തി വലുതാക്കിയ ആളുകളാണ്. പക്ഷെ ഇവരെല്ലാം കരുണാകരനെ ചതിച്ചു എന്ന് മുരളീധരൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മുരളീധരൻ പറഞ്ഞ വാക്കുകളും ഏകദേശം അങ്ങനെ തന്നെ അർത്ഥം വെച്ചുള്ള ഒരു സംസാരമല്ലേ ശരിക്കും? തീർച്ചയായിട്ടും അർത്ഥം വെച്ചല്ല. അദ്ദേഹം അത് നേരെ പ്രഖ്യാപിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ ദിവസം പൊതുയോഗത്തിൽ. VD സതീശൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. കരുണാകരനെ വഞ്ചിക്കാത്ത ആളായതുകൊണ്ട് VD സതീശന് ഇനിയിപ്പോൾ പ്രൊമോഷനൊക്കെ കിട്ടും. ആ പാപം, കരുണാകരനെ വഞ്ചിക്കുക എന്ന പാപം ചെയ്തിട്ടില്ലാത്ത ആളാണല്ലോ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വികാരം മുരളീധരനിൽ തീർച്ചയായിട്ടും ഇങ്ങനെ കിടന്ന് തള്ളുന്നുണ്ട് പലപ്പോഴും. അത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിൽ. പിന്നെ അദ്ദേഹത്തെ തന്നെ ഈ പറഞ്ഞുകൊണ്ട് പഴയ KPCC പ്രസിഡന്റ് എന്ന നിലയിലൊന്നും അർഹമായ പരിഗണന കിട്ടുന്നില്ലെന്നൊരു പരാതിയും കൃത്യമായിട്ടും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം BJPയിലേക്കൊക്കെ പോകുന്നു എന്നൊക്കെ പലപ്പോഴും പ്രചരിപ്പിക്കപ്പെടാറുണ്ട്. അദ്ദേഹം അത് എപ്പോഴും നിഷേധിക്കുകയാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ പോലും അങ്ങനെ പ്രചരിപ്പിക്കപ്പെടാറുമുണ്ട്. എന്തായാലും ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം കിട്ടുമെന്നുള്ളൊരു തോന്നൽ ശക്തമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. കോൺഗ്രസ്സുകാർക്കെങ്കിലും അങ്ങനെ ഒരു തോന്നലുണ്ട്. കാരണം ഈ 2 തവണ അധികാരത്തിൽ നിന്ന് വിട്ടുമാറുന്നതിന് ശേഷം ഇനിയൊരിക്കൽ കൂടി അധികാരത്തിൽ നിന്ന് വിട്ടുതന്നാൽ തീർന്നു എന്ന ഒരു തോന്നലുള്ളത് കൊണ്ടുമൊക്കെ എങ്ങനെയെങ്കിലും സജീവമായി പ്രവർത്തിച്ച് കോൺഗ്രസ് അധികാരത്തിലെത്താനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ട് എന്നൊക്കെ അവർ സ്വയം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആരായിരിക്കും മുഖ്യമന്ത്രി എന്നൊക്കെ, ആരായിരിക്കും നേതൃസ്ഥാനത്ത് മുഖ്യമന്ത്രിയാകുന്നതിന് അപ്പുറം ആരായിരിക്കും ഇനി കോൺഗ്രസിനെ നയിക്കുക എന്ന ഒരു ചോദ്യം കോൺഗ്രസ്സുകാരുടെ ഇടയിലുണ്ട്. ഭൈമി കാമകന്മാരുടെ മുഖ്യമന്ത്രി സ്ഥാനത്തിനടക്കമുണ്ട്. ഭൈമി കാമകന്മാരുടെ പലരും രംഗത്തുണ്ട്. സീനിയർ നേതാക്കളടക്കം പലരും രംഗത്തുണ്ട്. അപ്പോൾ സീനിയർ നേതാക്കന്മാർ പലരും ഈ പറഞ്ഞതുപോലെ ആകാൻ പറ്റില്ലെങ്കിൽ പോലും അവരുടെയൊക്കെ പിന്തുണ ഒരു വലിയ പരിധി വരെ ആവശ്യവുമാണ് എന്ന് അറിയാം. കാരണം സജീവമായി രംഗത്തുണ്ടല്ലോ. മുല്ലപ്പള്ളി രാമചന്ദ്രനായാലും VM സുധീരനായാലും മുരളീധരനായാലും ഒക്കെ രംഗത്തുണ്ടല്ലോ വളരെ സജീവമായിട്ട്. അപ്പോൾ അവരുടെയൊക്കെ പിന്തുണ ആവശ്യമാണ് എന്നൊരു തോന്നലും മറ്റുള്ളവർക്കുണ്ട്. ഇവിടെ ഇപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണെന്ന് പറയാതെ തന്നെ ഭംഗിന്തരേണ അദ്ദേഹം എന്താണ് പറഞ്ഞതെന്നും നമുക്ക് അറിയാം. ഇപ്പോൾ VD സതീശന് കൃത്യമായി ഒരു മേൽക്കൈ കിട്ടിയിട്ടുണ്ട് കോൺഗ്രസിൽ. അത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന് ശേഷവും പിന്നീട് വളരെ കൃത്യമായ ഒരു നിലപാടാണല്ലോ അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അൻവറിൻ്റെ കാര്യത്തിലൊക്കെ അദ്ദേഹത്തെ ഒരു അനുനയത്തിൻ്റെ സമീപനം വളരെ ശക്തമായിട്ട് ഇങ്ങനെ ശ്രമിച്ചിരുന്നു, ഒരു അനുനയത്തിന് വേണ്ടി. പക്ഷേ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകും എന്ന് അദ്ദേഹം പറഞ്ഞു. അത് മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹം ഏറ്റവും ഒടുവിൽ ഈ വെള്ളാപ്പള്ളി നടേശനുമായിട്ടൊക്കെ ഇങ്ങനെ ഒരു ടൈ ഉണ്ടായപ്പോൾ അദ്ദേഹം കയറി പറഞ്ഞത് 100 സീറ്റിൽ കൂടുതൽ കിട്ടിയില്ലെങ്കിൽ താൻ രാഷ്ട്രീയം വിടുമെന്നൊക്കെ അങ്ങനെയൊന്നും പറയാനുള്ള ഒരു ആർജവം മറ്റാരും കാണിച്ചിട്ടില്ല. ഇവിടെ പിന്നെ അതേസമയം നമുക്കറിയാം രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ, അല്ലെങ്കിൽ KC വേണുഗോപാലാണ് ഇപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന നേതാവ്, അദ്ദേഹം അടക്കമുള്ളവരൊക്കെ ഈ സ്ഥാനത്തിന് വേണ്ടി താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളതും വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. അവരുടെയൊക്കെ പ്രവൃത്തികൾ കൂടെ നമ്മളത് കാണുന്നുമുണ്ട്. മുരളീധരൻ അത് തന്നെയാണ് പറയുന്നത്. കരുണാകരൻ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അതികായനായിരുന്നല്ലോ ഒരു സമയത്ത്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അതികായനായ കരുണാകരന് ഉണ്ടായ അദ്ദേഹത്തിൻ്റെ ഉയർച്ചയും താഴ്ചയും നമ്മൾ കൃത്യമായിട്ട് കണ്ടതാണ് പല അവസരങ്ങളിലായിട്ട്. പിന്നെ ഈ പ്രതിസന്ധികളെയൊക്കെ അവസരങ്ങളാക്കി മാറ്റാനുള്ള അസാധാരണമായ ഒരു കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുകൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ പിടിച്ചു നിന്നത്. 1977 തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നപ്പോഴാണ് അടിയന്തരാവസ്ഥയിലെ അതിക്രമങ്ങൾ, രാജൻ സംഭവമൊക്കെ പ്രഖ്യാതമായി വന്നു. കോടതി പരാമർശത്തോടെ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അവസാനിക്കുമെന്ന് കരുതിയവരുണ്ട്. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വീണ്ടും അധികാരം കിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പടർന്ന് അദ്ദേഹം നിന്ന അവസരത്തിൽ ഔദ്യോഗിക കോൺഗ്രസ്സായിട്ട് ഇന്ദിരാഗാന്ധിയുടെ ആളായിട്ട് അദ്ദേഹം നിൽക്കുകയും 1952 വീണ്ടും അദ്ദേഹം അധികാരത്തിൽ, ശക്തനായ അധികാരത്തിൽ വരികയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം കൊണ്ടാണ് AK ആന്റണിയൊക്കെ വീണ്ടും കോൺഗ്രസിലേക്ക് വരാൻ കഴിഞ്ഞത്. കാരണം അവർ ഇടതുപക്ഷത്ത് പോയി സ്വതന്ത്ര കോൺഗ്രസ്സായിട്ട് ഇങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിൻ്റെയൊക്കെ താല്പര്യത്തിലാണ് അവർ വീണ്ടും കോൺഗ്രസിൻ്റെ ഭാഗമാക്കുകയോ ചെയ്തത്. എങ്കിലും ക്രമേണ ഈ ഗ്രൂപ്പ് യുദ്ധത്തിൽ അദ്ദേഹത്തിന് ഒരു തകർച്ച ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. അദ്ദേഹം തൻ്റെ കൂടെ ചെറുപ്പക്കാരായ ഒരു വലിയ ടീമിനെ തന്നെ ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്തു ആ പ്രത്യേക സമയത്ത്. അതിനകത്ത് നമുക്ക് രമേശ് ചെന്നിത്തലയായാലും മന്ത്രിസ്ഥാനായാലും KC വേണുഗോപാലായാലും ഇവരൊക്കെ ഈ കരുണാകരൻ്റെ ഒരു വലിയ പരിധിവരെ ദാക്ഷിണ്യത്തിൽ വന്നവരാണ്. കരുണാകരൻ്റെ തണലിൽ വളർന്നവരാണ്. തണലിൽ വളർന്നു എന്ന് പറയുമ്പോൾ ഈ ആദ്യമായിട്ട് എല്ലാവരും മറന്നുപോയിരിക്കുന്നുണ്ട്. AC വേണുഗോപാലിന് ആദ്യം ലോക്സഭയിലേക്ക് കണ്ണൂരിൽ നിന്ന് സീറ്റ് കൊടുത്തിരുന്നു. KC അദ്ദേഹം പരാജയപ്പെട്ടു പോയി. ആ സീറ്റ് കിട്ടുന്ന അവസരത്തിൽ അദ്ദേഹം വിമാനത്താവളത്തിൽ വെച്ച് ഇറങ്ങി വരുന്ന വഴിക്ക് കരുണാകരനെ സാഷ്ടാംഗം പ്രണമിക്കുന്ന, അതായത്
ഒരു ചിത്രം അന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാ ചിത്രമൊന്നും ആരും എടുത്ത് പിന്നെ കാണിക്കുന്നില്ല. ഇത് ഇല്ലാത്തതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അന്ന് വലിയ പ്രമുഖ മാധ്യമങ്ങളൊക്കെ ആദ്യം അന്ന് ഈ ടി വി ഒന്നും ഇല്ലാത്തൊരു ഇത് ഇത്രയും സജീവമല്ലാത്തൊരു കാലമായിരുന്നത് കൊണ്ട് ഈ ചിത്രം വലിയ പ്രാധാന്യത്തോട് പ്രസിദ്ധീകരിച്ചു. അദ്ദേഹം സാഷ്ടാംഗം പ്രണമിക്കുകയാണ് ചെയ്തത്. കരുണാകരൻ്റെ കാലിൽ തൊട്ട് വീഴുകയോ കാലിൽ തൊടുകയോ അല്ല, വീണം കിടക്കുകയാണ്. അങ്ങനെ ഒരു ഫോട്ടോ പ്രസിദ്ധീകരിച്ചെന്ന് ഞാൻ ഓർക്കുന്നത്. അത് ഞാൻ യാദൃശ്യമായി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഇവരൊക്കെ അത്ര വിധേയത്വമാണ് കരുണാകരനോട് കാണിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു തകർച്ച വരികയും കരുണാകരനെ കോൺഗ്രസ് വിട്ടുപോകേണ്ട ഒരു സാഹചര്യം സംജാതമാവുകയും ചെയ്തു കഴിഞ്ഞ് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി തന്നെ അദ്ദേഹത്തിന് രൂപീകരിക്കേണ്ടി വന്നു. നമുക്കറിയാം അദ്ദേഹത്തിനൊരു അപകടം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന് കൂടെ നിന്ന് പലരും അദ്ദേഹത്തെ ചതിച്ചു എന്ന കൃത്യമായ തോന്നൽ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് ഗുരുതരമായ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായപ്പോൾ അദ്ദേഹം ഇനിയും അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോയ അവസരത്തിൽ നിന്ന് തിരിച്ച് അദ്ദേഹം വരില്ല എന്ന തോന്നലിൽ അദ്ദേഹം കൈപിടിച്ചുയർത്തിയവർ തന്നെ അദ്ദേഹത്തിനെതിരായ നിലപാടുകളെടുത്തു എന്നും ഉള്ള ഒരു വളരെ ശക്തമായ തോന്നൽ കരുണാകരന് തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് മുരളീധരനും അതുള്ളത്. മുരളീധരൻ്റെയൊക്കെ ഉയർച്ചയ്ക്ക് തടയിടാൻ വേണ്ടി ഒരു വലിയ ശ്രമം തന്നെ ഇവിടെ നടന്നു. തിരുത്തൽവാദികളെന്ന് പറഞ്ഞൊരു പ്രത്യേക ഗ്രൂപ്പ് ഇവിടെ അദ്ദേഹം കൈപിടിച്ചുയർത്തിയവരും അദ്ദേഹത്തിൻ്റെ കൂടെ വിധേയരായി നിന്നിരുന്നവരുമാണ്. അവരൊക്കെയാണ് പിന്നെ രാഷ്ട്രീയത്തിൽ സജീവമാവുകയും അവർ കരുണാകരനെതിരായ നിലപാടെടുക്കുകയും ചെയ്തു. DIC-യിൽ നിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി കൃത്യമായിട്ട് രൂപീകരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു ദുസ്ഥിതി കേരളത്തിൽ കരുണാകരൻ, ഇന്നും കോൺഗ്രസ്സുകാരനായിരുന്ന അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായി. പിന്നെ തിരിച്ച് കോൺഗ്രസിലേക്ക് വരാൻ അദ്ദേഹത്തിന് ഒത്തിരി കാത്തു നിൽക്കേണ്ടി വന്നു ഒരു വലിയ പരിധി വരെ. അതിനൊക്കെ ഉത്തരവാദിത്തങ്ങളൊക്കെ ആയിട്ട് പല കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. കേന്ദ്രത്തിൽ ഈ നരസിംഹറാവു പ്രധാനമന്ത്രിയാക്കാൻ ശ്രമിച്ചപ്പം പലയിടത്തു നിന്നും തിരിച്ചടികൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. വഞ്ചനകൾ എന്ന് തോന്നിക്കുന്ന വിധത്തിൽ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം കൂടി ചേർന്നാണ് നരസിംഹറാവുവിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അന്ന് നിർദ്ദേശിച്ചത്. അന്ന് അദ്ദേഹം വളരെ ഒരു കിങ് മേക്കർ എന്ന ഒരു പവർ കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്ന ആളാണ്. അങ്ങനെയാണ് നരസിംഹറാവുവിനെ പ്രധാനമന്ത്രിയാക്കിയത്. പക്ഷേ ആ നരസിംഹറാവു അദ്ദേഹത്തോട് കൃത്യമായി വഞ്ചന കാണിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ തോന്നൽ. അങ്ങനെയാണ് അദ്ദേഹത്തിന് ആ സുപ്രീമസി നഷ്ടപ്പെട്ടു എന്ന തോന്നലാണ് അദ്ദേഹത്തിന് ഒരു പുതിയ രാഷ്ട്രീയ സംവിധാനം ഉണ്ടാക്കേണ്ടി വന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് അദ്ദേഹത്തെ എടുക്കുന്ന കാര്യത്തിലും ഒടുവിൽ AK ആൻ്റണി അടക്കമുള്ളവരുടെ സജീവമായ ഇടപെടൽ കൊണ്ടാണ് അത് നടന്നത് എന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്ന വസ്തുത. അതിനകത്തും അദ്ദേഹം കൈപിടിച്ചുയർത്തിയവർക്ക് ആരും അദ്ദേഹത്തിൻ്റെ കൂടെ 100% ആത്മാർത്ഥതയോടുകൂടി നിന്നില്ല എന്ന ഒരു വസ്തുത രാഷ്ട്രീയത്തിൽ അവശേഷിക്കുന്നു. ഒരു വേള അച്ഛനും മകനും ഒക്കെ ചേർന്നിട്ട് ഈ AK സെന്ററിന്റെ വാതിൽ പോയിരുന്നൊരു സംഭവമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. DIC LDF എടുക്കണം. അതെ. അല്ല, അദ്ദേഹം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പന്നിയൻ രവീന്ദ്രന് പിന്തുണ പ്രഖ്യാപിച്ചല്ലോ. ഈ തിരുവനന്തപുരത്ത് നിന്ന് പന്നിയൻ രവീന്ദ്രൻ അങ്ങനെയാണ് ജയിച്ചത്. കരുണാകരന്റെ പിന്തുണയോടുകൂടിയാണ്. ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ഈ PKV ശേഷമുള്ള തെരഞ്ഞെടുപ്പിലാണോ ഒരു തെരഞ്ഞെടുപ്പ്? അത് പന്നിയൻ രവീന്ദ്രൻ ആയിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. ആ തെരഞ്ഞെടുപ്പിൽ മാത്രമേ അദ്ദേഹം ആയിട്ടുള്ളൂ. അതിനുശേഷം അപ്പം ആ തെരഞ്ഞെടുപ്പിൽ കരുണാകരന്റെ പിന്തുണയോട് കൂടിയാണ് അന്ന് ഈ ടെലിവിഷനായിരുന്നല്ലോ ചിഹ്നം. അതിനെപ്പറ്റിയൊക്കെ വലിയ ശ്രദ്ധ നേടിയ പരാമർശങ്ങളാണ്. അപ്പം അങ്ങനെ തനിക്ക് വേണ്ട പരിഗണന കിട്ടിയില്ല, തൻ്റെ പിതാവിന് വേണ്ട പരിഗണന കിട്ടിയില്ല എന്ന് പറയുമ്പോൾ തന്നെ മുരളീധരനും തിരിച്ച് കോൺഗ്രസിലേക്ക് വന്നില്ല. കരുണാകരനെ എടുക്കാതിരുന്നത് പോലെ മുരളീധരനെയും അകറ്റി നിർത്താനുള്ള തീവ്രമായ ശ്രമം നടന്നിരുന്നു എന്ന് നമ്മൾ അറിയുന്നു, നമ്മൾ കാണുന്നു. ഇതെല്ലാം കൃത്യമായി ഒരു മനസ്സിൽ മുരളീധരൻ്റേതുണ്ട്. അദ്ദേഹത്തെ തന്നെ ഏറ്റവും കൂടുതൽ തിരിച്ച് തുറക്കാൻ സാധ്യതയുള്ളിടത്ത് കൊണ്ട് നിർത്തി അദ്ദേഹത്തിൻ്റെ വട്ടിയൂർക്കാവിൽ സുരക്ഷിതനായിരുന്ന അദ്ദേഹത്തെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാൻ ശ്രമിച്ചു. തൃശ്ശൂരിൽ നിന്ന് അദ്ദേഹത്തെ വടകരയിൽ നിന്ന് അദ്ദേഹത്തെ തൃശ്ശൂരേക്ക് മാറ്റി നിർത്തി നേമത്ത് അദ്ദേഹത്തെ കൊണ്ട് നിർത്തി പരാജയപ്പെടുത്തി. BJP-യെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു കാര്യമായിട്ട് അദ്ദേഹത്തെ നിർത്തി അദ്ദേഹം പരാജയപ്പെട്ടു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഇതിനിടയിൽ നടന്നിട്ടുണ്ട്. അവയൊന്നും വേണ്ട നീതി ലഭിച്ചിട്ടില്ലെന്നും വഞ്ചന എന്ന് പറയുന്നത് കരുണാകരനോട് ചെയ്തിട്ടുണ്ടെന്നും ദൃഢമായി അദ്ദേഹം വിശ്വസിക്കുന്നു. അതിൻ്റെ പ്രതിസ്ഫുരണങ്ങളാണ് പലപ്പോഴും അദ്ദേഹം ഇവരെ കുട്ടിക്കൊണ്ടുള്ള വർത്തമാനം പറയുന്നത്. അതിൻ്റെ വലിയൊരു പ്രതിസ്ഫുരണമാണ് ഇപ്പോൾ കണ്ടത്. VD സതീശന് അനുകൂലമായ നിലത്തിൽ ഇങ്ങനെയൊരു പ്രസ്താവന പുറപ്പെടുവിച്ചത് എന്ന്. അതിനെതിരായിട്ട് KC വേണുഗോപാൽ അടക്കം പ്രതികരിച്ചു. ഇനി പരസ്യ പ്രതികരണം വേണ്ടെന്ന് ഹൈക്കമാൻഡിന് ഒരു നിർദ്ദേശം നൽകേണ്ടതായും വന്നിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.